ഒരു കൂരിരുട്ടിൽ നിന്നാണ് ഇന്നത്തെ കേരളത്തിലേക്ക് നമ്മൾ നടന്നു വന്നത്. വിധവയായി പോയതുകൊണ്ട് മാത്രം സാധനമെന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ട് വീട്ടിൻ്റെ ഇരുണ്ട മുറിയിൽ തള്ളപ്പെട്ട സ്ത്രീ, മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീ, സ്വന്തം പിതാവിനെ അച്ഛ എന്ന് വിളിക്കാൻ സംബന്ധമായതുകൊണ്ട് കഴിയാതെ പോയ സ്ത്രീ, ആ സ്ത്രീയാണ് ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ലോകമാതൃകയായി മാറിയ മലയാളി സ്ത്രീ. ഈ മലയാള നാട്ടിലാണ് 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞ നാട്. ഈ നാടിനെയാണ് അവർ നൂറ്റാണ്ടിന് പിന്നിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾ ഒപ്പം നടക്കും. സ്ത്രീയും പുരുഷനും ഒപ്പം നടക്കും. പുതിയ നേട്ടങ്ങൾക്കായി, പുതിയ കേരളത്തിനായി, നവകേരളത്തിനായി ഞങ്ങൾ എന്നും ഒപ്പമുണ്ടാകും എന്ന് വിളംബരം ചെയ്യുന്നതാണ് ഈ വനിതാ മതിൽ. ലോക ചരിത്രത്തിൻ്റെ, ലോക നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഈ വനിതാ മതിലിൽ എല്ലാവരും അണിചേരുക, ചരിത്രത്തിൻ്റെ ഭാഗമാകുക.